Hi everyone, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ വരുന്നത് 725/2021 ആണ്. ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ദാറ്റ് ഇസ് ഇൻ എഞ്ചിനീയറിംഗ് കോളേജസിലാണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് ആസ് പെർ AICTE സ്കെയിലാണ്. നമ്പർ ഓഫ് വേക്കൻസീസ്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ കഴിഞ്ഞതാണ് 2/3/2022 ഇതിന് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസിലേക്ക് പോകുന്നതിന് മുമ്പേ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. അതിൻ്റെ കാറ്റഗറി നമ്പർ 540/2014 ആണ്. നോട്ടിഫിക്കേഷൻ വന്നത് 12/12/2014 ദെൻ എക്സാം കണ്ടക്ട് ചെയ്തത് 6/5/2016 അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 20 ആയിരുന്നു. മാക്സിമം മാർക്ക് ഒപ്റ്റെയിൻ ചെയ്തത് 35 ആണ്. ഈ ലിസ്റ്റ് നിലവിൽ വന്നത് 27/2/2019 ഈ ലിസ്റ്റിൽ നിന്ന് നിലവിൽ 72 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സ്പെക്റ്റഡ് സിലബസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാത്തമെറ്റിക്സ് നോക്കാം. മാത്തമെറ്റിക്സിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെട്രിസസ് ആണ്. മെട്രിസസിൽ മെയിൻലി നമ്മൾ നോക്കേണ്ടത് ടൈപ്സ് ഓഫ് മെട്രിസസ് അറിഞ്ഞിരിക്കണം. ഡിറ്റർമിനൻറ്റ് കാണാനുള്ളത്, ഇൻവേഴ്സ്, ദെൻ റാങ്ക്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനുള്ളത്, ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റർ, ദെൻ കെയ്ലി ഹാമിൽട്ടൺ തിയറം, ഡയഗണലൈസേഷൻ, ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ദ വെക്ടേഴ്സ് ആണ് മെട്രിസസ് എന്ന പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ്. ദെൻ അടുത്തത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. പാർഷ്യൽ ഡിഫറൻസിയേഷനിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഓയിലേഴ്സ് തിയറം ഓൺ ഹോമോജീനിയസ് ഫംഗ്ഷൻ, ടോട്ടൽ ഡെറിവേറ്റീവ്സ്, ജാക്കോബിയൻ Taylor series, then maxima and minima of function of two variables, Lagrange's method ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് വെക്റ്റർ ഡിഫറൻസിയേഷൻ ആണ്. വെക്റ്റർ ഡിഫറൻസിയേഷൻ എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നത് സ്കെയിലാർ ആൻഡ് വെക്റ്റർ ഫംഗ്ഷൻ ഡിഫറൻസിയേഷൻ, ദെൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ, സ്കെയിലാർ ആൻഡ് വെക്റ്റർ ഫീൽഡ് ഓപ്പറേറ്റർ, ദെൻ ഗ്രേഡിയൻറ്റ്, കേള്, ഇറൊട്ടേഷണൽ ആൻഡ് സോളിനോയിഡൽ ഫീൽഡ്, സ്കെയിലാർ പൊട്ടൻഷ്യൽ. ഇത്രയും ടോപ്പിക്കാണ് വെക്റ്റർ ഡിഫറൻസിയേഷൻ്റെ ഉള്ളിൽ വരുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോമിനകത്ത് വരുന്നതാണ് ട്രാൻസ്ഫോം ഓഫ് എലിമെൻ്ററി functions, then shifting property, inverse transform, transform of derivatives and integrals, transform of function multiplied by t and divided by t, convolution theorem, solution of ordinary differential equation with constant coefficient using Laplace transform. Then അടുത്തതായിട്ട് മാത്തമെറ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൽ വരുന്നതാണ് first order ordinary differential equation, then system of linear first order ordinary differential equation, after that linear ordinary differential equation of higher order with constant coefficient, then linear second order ordinary differential equation with variable coefficients, then method of Laplace transform for solving ordinary differential equation. ദെൻ വരുന്ന ടോപ്പിക്കാണ് കോംപ്ലെക്സ് അനാലിസിസ്. അതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫങ്ഷൻസ്, കൺഫോമൽ മാപ്പിംഗ്, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ, കോംപ്ലെക്സ് ഇൻ്റഗ്രേഷൻ, കോഷ്യസ് ഇൻ്റഗ്രൽ തിയറം ആൻഡ് ഫോർമുല, ദെൻ ടെയ്ലേഴ്സ് ആൻഡ് ലോറൻസ് സീരീസ്, റെസിഡ്യൂ സീരീസ്. ദെൻ വരുന്ന ടോപ്പിക്കാണ് ഫോറിയർ സീരീസ്. ഫോറിയർ സീരീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫോറിയർ സീരീസ് ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് പീരീഡ് 2π and 2l, ദെൻ ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ, ദെൻ ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ. ആഫ്റ്റർ ദാറ്റ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിനകത്തുള്ള സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കോപ്ലനാർ ഫോഴ്സസ്, condition of equilibrium, support reactions, simply supported or overhanging beams, then frictions, laws of frictions and its application, center of gravity and moment of inertia of plane areas, then rectilinear motion, Newton's law of motion, curvilinear motions. Then after that building materials under common building materials like stone, bricks, cement, steel, aggregate, concrete,
timber and its properties, IS specification, building construction, type and function of the following structural components of the building, foundation of superstructure, surveying, principle of surveying, linear measurement using chain, then leveling work and reduction of levels. After that, basic mechanical engineering. Basic mechanical engineering il varuna topics ennu parayunnathu zeroth and first law of thermodynamics, CI and SI engines, then properties of steam, centrifugal and reciprocating pump, then hydraulic turbines, refrigeration and air conditioning, hydroelectric, thermal and nuclear power plants, mechanical power transmission systems such as belt, rope, chain and gear, manufacturing processes such as casting, forging, rolling, bracing, soldering and welding, then machining processes like turning, shaping, drilling, grinding and milling, conic section and miscellaneous curves are also included, then orthographic, isometric and perspective projections. Three topics are basic mechanical engineering in under varunathu. Then basic electrical engineering. Basic electrical engineering il varuna topics Ohm's law, Kirchhoff's law, solution of series and parallel circuits with DC excitation, magnetic circuits, magnetic field strength, flux density, reluctance, electromagnetic induction, Faraday's law, Lenz's law, statically and dynamically induced EMF, self and mutual inductance, coefficient of coupling, then principle of generation of alternating current, waveforms, frequency, period, average and RMS values, form factor, generation of three-phase AC voltages, star and delta connection, voltage and current relationship in star and delta, principle of operation of DC motor and generator, single phase transformer and three-phase induction motor, types of lamp and necessity of earthing. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് working principle of PN junctions, Senna diode and BJT, systems such as rectifiers, half wave and full wave and bridge rectifiers, then filters such as capacitor and inductors, then amplifiers and oscillator, common emitter RC coupled amplifier and its frequency response, then principles of Wien bridge oscillator, op-amps, then basic inverting and non-inverting amplifiers, then communication le varunathu need for modulation, principle of analog modulation and frequency modulation, then measurements, working principle of CRO and multimeter. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ വരുന്നത്. ദെൻ വരുന്നത് ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ബേസിക് കമ്പ്യൂട്ടർ സയൻസിൽ ഉള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറാണ് ആദ്യം ഉള്ളത്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ എന്താണ് ഇൻപുട്ട് യൂണിറ്റ്സ് അറിഞ്ഞിരിക്കണം, പ്രോസസ്സിംഗ് യൂണിറ്റ്, ദെൻ മെമ്മറി, കൺട്രോളിംഗ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ് എടുത്താൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് എല്ലാം അറിഞ്ഞിരിക്കണം. കീബോർഡ്, മൗസ്, സ്കാനർ, ജോയ്സ്റ്റിക്, ലൈറ്റ് പെൻ, OCR, OMR, ബാർകോഡ് റീഡർ, വെബ് ക്യാം, ഇതൊക്കെ എന്താണ് ഇൻപുട്ട് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇൻപുട്ട് ഡിവൈസസ് ആണ്. അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ നോക്കേണ്ട ടോപ്പിക്ക് CPU ആണ്. CPUവിൽ മെയിനായിട്ട് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വരെ നമ്മൾ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് അറിഞ്ഞിരിക്കണം, കൺട്രോൾ യൂണിറ്റ്, ദെൻ രജിസ്റ്റേഴ്സ്. ആഫ്റ്റർ ദാറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ വരുന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസസിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരിക്കണം. ദാറ്റ് ഈസ് മോണിറ്റേഴ്സ്, പ്രിൻറ്റേഴ്സ്, പ്ലോട്ടേഴ്സ്, ഹെഡ്ഫോൺ, സ്പീക്കർ, പ്രൊജക്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറിനുള്ളിൽ വരുന്നത്. ദെൻ വരുന്ന പ്രോഗ്രാമിംഗ് ഇൻ C ആൻഡ് കൺട്രോൾ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ആണ്. ബേസിക് ആയിട്ടുള്ള സിയുടെ പ്രോഗ്രാമിംഗ് എല്ലാം അറിഞ്ഞിരിക്കണം. ഇനി ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് നെറ്റ്വർക്ക്സ് ആൻഡ് ഡിവൈസസ് ആണ്. അതിൽ വരുന്നതാണ് നെറ്റ്വർക്ക് തിയറംസ്, ദാറ്റ് ഈസ് സൂപ്പർപൊസിഷൻ, തെവനിൻ ആൻഡ് നോർട്ടൺ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ദെൻ ടൈം ഡൊമെയിൻ അനാലിസിസ് ഓഫ് സിമ്പിൾ RC, RL ആൻഡ് RLC സർക്യൂട്ട്, ദെൻ സൊല്യൂഷൻ ഓഫ് നെറ്റ്വർക്ക് ഇക്വേഷൻസ് യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം, frequency domain analysis of RL, RC and RLC circuit,
two-port networks, parameters, then driving point and transfer function. Electronic devices, energy bands in silicon, carrier transport in silicon, diffusion current, drift current, mobility and resistivity, generation and recombination of carriers, working principle of PN junction diode, Zener diode, BJT, JFET, MOSFET, LED and photodiode. ഇനിയുള്ളത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് സിമ്പിൾ ഡയോഡ് സർക്യൂട്ട്, ക്ലിപ്പിംഗ് ആൻഡ് ക്ലാമ്പിംഗ്, biasing and bias stability of BJTs and MOSFETs, small signal equivalent circuit of BJTs and MOSFET, then amplifiers, single stage, differential, feedback and power, then frequency response of amplifiers, op-amp, inverting and non-inverting, integrators, comparators, sinusoidal oscillator, criterion for oscillation, single transistor and op-amp configuration, Boolean algebra, minimization of Boolean function, then arithmetic circuit, code converters, multiplexers and decoders, sequential circuits, combinational circuits, then latches, flip-flops, counters, shift registers, analog to digital converter and digital to analog converter, then microprocessor, its architecture and programming. Then വരുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, LTI സിസ്റ്റം, ദാറ്റ് ഈസ് ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം, ഡെഫിനിഷൻ, then properties of causality, stability, impulse response, convolution, continuous time and discrete time Fourier series, അതുപോലെ തന്നെ continuous and discrete time Fourier transform, Z transform, Laplace transform and its definitions. Then properties and inverse, stability analysis using pole zero plot, difference equation solution using unilateral Z transform, DFT and its properties, similarly FFT and its properties, IIR, FIR structure, then parallel and cascade structure, frequency response, group delay and phase delay, then signal transmission through LTI system. ഇത്രയാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് വെക്റ്റർ കാൽക്കുലസ്, ഡൈവേർജൻസ് ആൻഡ് കേൾസ്, ഇതെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക്സിൽ വരുന്നതാണ്. ഗോസ് ആൻഡ് സ്റ്റോക്സ് തിയറം, മാക്സ്വെൽസ് ഇക്വേഷൻ, differential and integral forms, wave equation, pointing vector, plane wave, propagation through various mediums such as reflection, refraction, phase and group velocity and skin depth, transmission lines, then characteristic impedance, impedance transformation, wavegates, modes in rectangular wavegates, boundary condition, cutoff frequencies and dispersion, basic of propagation in dielectric wavegate and optical fiber, basics of antenna, dipole antenna, radiation pattern, antenna gain. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോമാഗ്നറ്റിക്സിൽ വരുന്നത്. ദെൻ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ടോപ്പിക്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു കൺട്രോൾ സിസ്റ്റം, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആൻഡ് ദെയർ യൂസ് ഇൻ ഡിറ്റർമൈനിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് സിസ്റ്റം, transient and steady state analysis of LTI control system and frequency response. പിന്നെ വരുന്നതാണ് നമ്മൾ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ, ബോർഡേ പ്ലോട്ടിംഗ്, നൈക്വസ്റ്റ് പ്ലോട്ട്, ദെൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അനാലിസിസ്, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഒക്കെ എന്താണ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അതിൽ വരുന്നത് അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ നോക്കേണ്ട ടോപ്പിക്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ സിസ്റ്റം, സൂപ്പർ ഹെട്രോഡൈൻ റിസീവേഴ്സ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. Then digital communication system, pulse code modulation, differential pulse code modulation, digital modulation schemes such as amplitude, phase and frequency shift keying schemes, master filter receivers, fundamentals of information theory and channel capacity theory, then random signals and noise probability, random variables, probability density function, autocorrelation, power spectral density, static and dynamic characteristics of measurement system, then measurement of displacement velocity and acceleration, force, basics of fiber optics, biomedical instruments such as EEG, ECG, EMG, then clinical measurements, ultrasonic transducer. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന പോർഷനിൽ വരുന്നത്.
അപ്പോൾ ഇത്രയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് വരുന്നത്. ദെൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ECEയുടെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. താങ്ക്